പവൻ കല്യാണിന്റെ ബാഹുബലി സ്പൂഫ് പടത്തിന് ശേഷം അടുത്ത പണലായിരുന്നു ഈ പടം. അപ്പോൾ പടം തുടങ്ങുന്നത് 1970 ടോക്കിയോയിൽ ഏതോ ഒരു സാമുറായി മാസ്റ്റർ സെൻസായിയുടെ മകനായ നമ്മുടെ പവൻ കല്യാണിന്റെ ചൈൽഡ്ഹുഡ് കാണിച്ചുകൊണ്ടാണ്. അണ്ണൻ ഒരു സാമുറായിയാണ് പടത്തിൽ. അണ്ണൻ അവിടുത്തെ ഏതോ ഒരു കോണച്ച ടീംസിനെ പഞ്ഞിക്കിട്ടതിന് ശേഷം നാട് കടക്കാൻ വേണ്ടി നമ്മുടെ മുത്തുപാണ്ടിയുടെ കപ്പലിലേക്ക് കയറും. അപ്പോഴാണ് കുറച്ച് പൊട്ടന്മാർ മുത്തുപാണ്ടിയുടെ സാധനങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി കപ്പലിൽ കയറി. അവരെ നമ്മുടെ അണ്ണൻ കത്തിക്കൊണ്ട് കുത്തി വീഴ്ത്തും. ഇത് കണ്ട് മുത്തുപാണ്ടി ഇംപ്രസ് ആയി അണ്ണനെയും കൊണ്ട് നേരെ ബോംബെയിലേക്ക് വിടും റോക്കി ബൈ ആവാൻ വേണ്ടി. അങ്ങനെ വർഷം 1993 അപ്പോഴാണ് കുറച്ച് മൊണ്ണകൾ ചേർന്ന് ഒരു കണ്ടെയ്നറിന് വേണ്ടി നമ്മുടെ മുത്തുപാണ്ടിയുടെ മോനെ അങ്ങ് വെടിവെച്ചു പോയി. ഇതറിഞ്ഞ അവിടെയുള്ള എല്ലാ പൊട്ടന്മാരും പേടിച്ചു വിറയ്ക്കും. അങ്ങനെ ഇതറിഞ്ഞ നമ്മുടെ മുത്തുപാണ്ടി മരിച്ചുപോയ മകന്റെ ഭാര്യയെ കൊണ്ട് തന്നെ മകനെ കൊന്നവനെ കമ്പ് കൊണ്ട് ചന്തിക്കടിച്ച് പഴുപ്പിക്കും. ഇതൊക്കെ വെറുതെ നിന്ന് കാണാൻ വേണ്ടി കയ്യിൽ നിന്നും യൂണിവേഴ്സ് മാറി കയറിയ അൻപുദാസ് അവിടെ എത്തും. എന്നിട്ട് അണ്ണന്റെ വീരകഥയെ പറ്റി പറയാൻ തുടങ്ങും. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുത്തുപാണ്ടി ഇവന്മാരെല്ലാം ചേർന്ന് തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് വെളിയിൽ 10-200 ആൾക്കാരെ കൊണ്ട് നിർത്തും. ഇതറിഞ്ഞ നമ്മുടെ അണ്ണൻ ഒറ്റയ്ക്ക് നടന്നു വന്ന് ഒരു വാള് കൊണ്ട് എല്ലാവരെയും കൊല്ലും. ലോജിക് ഇല്ലെന്ന് അറിയാം, എന്നാലും കുറച്ചെങ്കിലും മാന്യത കാണിച്ചുകൂടാണ്. 10-200 പേരെ ഒറ്റയ്ക്ക് അടിക്കുക ഇവനാര് ബാഹുബലിയാണ്. അങ്ങനെ അണ്ണൻ കുറച്ച് മാസ് കാണിക്കാൻ വേണ്ടി ഒരു ടേബിളിൽ കുറച്ച് തീയിട്ടതിന് ശേഷം അതിന്റെ മണ്ടയിൽ കയറി ഒരു സ്റ്റേച്ച് പോലെ നിൽക്കും. അപ്പോൾ ബാക്ക് ടു ദ പ്രസന്റ് സ്റ്റോറി. നമ്മുടെ അണ്ണൻ ബോംബെ വിട്ട് പോയിട്ട് ഇന്നേക്ക് 15 വർഷമായി. അതിന് കാരണം നമ്മുടെ അൻപുദാസിന്റെ അച്ഛനെ കൊന്നത് നമ്മുടെ സ്വന്തം അണ്ണനായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മുത്തുപാണ്ടി അണ്ണനെ നാട് കടത്തിയത്. അതിന് പ്രതികാരം വീട്ടാൻ വേണ്ടി അൻപുദാസ് അലഞ്ഞു നടക്കുന്നു. ഈ സമയം അണ്ണൻ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കുട്ടിയെ ഉണ്ടാക്കി സുഖമായിട്ട് ഒരു കരാട്ട സെന്ററിൽ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് പടത്തിലെ മെയിൻ വില്ലൻ റൊമാന്റിക് കിങ് എന്നറിയപ്പെടുന്ന ഇമ്രാൻ ഹാഷ്മിയുടെ വരവ്. ആക്ച്വലി ഇമ്രാനാണ് ആ കണ്ടെയ്നർ ബോംബെയിലേക്ക് പറഞ്ഞു വിട്ടത്. സോ അതുകൊണ്ട് അതിനെപ്പറ്റി സുഖവിശേഷം അറിയാൻ വേണ്ടി അണ്ണൻ ബോംബെയിലേക്ക് എത്തും. അപ്പോഴാണ് നമ്മുടെ അണ്ണന്റെ ഭാര്യ കൺമണിയെ കാണാൻ വേണ്ടി മുത്തുപാണ്ടി ഹോസ്പിറ്റലിൽ എത്തും. അവിടെ വെച്ച് കുറച്ച് മൊണ്ണ ടീംസ് അവരെ ആക്രമിക്കും. എന്നാലോ നമ്മുടെ മുത്തുപാണ്ടി ബുദ്ധിപരമായി രക്ഷപ്പെടും. പക്ഷെ നമ്മുടെ കൺമണി പടമാവും. ഇമ്രാൻ അണ്ണൻ നേരെ മുത്തുപാണ്ടിയുടെ ഏരിയയിലേക്ക് പോയി എല്ലാവരെയും മുട്ടുകുത്തിച്ച് നിർത്തും. അപ്പോഴാണ് അണ്ണൻ കൺമണി മരിച്ചുപോയ കാര്യം അറിയുന്നത്. പിന്നെ അവിടെ ചെന്ന് കുറച്ചു നേരം കരഞ്ഞു വെറുപ്പിക്കും. അണ്ണൻ നേരെ അടി നടക്കുന്ന സ്ഥലത്ത് പോയി നിൽപ്പിൽ ഏറിൽ നിന്ന് ചാടി ഒരു മുണേഷ് കുമാറിന്റെ തല അങ്ങ് എടുത്ത് മാറ്റി. എന്നിട്ട് വീണ്ടും ഒരു കാറിൽ തീയിട്ടതിന് ശേഷം അതിന്റെ മണ്ടയിൽ കയറി നിൽക്കും. എനിക്ക് തോന്നുന്നു അണ്ണന്റെ കാലെ അയൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു തോന്നുന്നു. എന്നിട്ട് അടുത്ത ദിവസം ആ വെട്ടിയ തലയെ പാഴ്സൽ ചെയ്ത് ഒരു പാക്കറ്റ് ആക്കി അവന്റെ അച്ഛന് കൊറിയർ സർവീസ് വഴി അയച്ചു കൊടുക്കും. എന്നിട്ട് ആ തലയെ വീണ്ടും തുന്നിക്കെട്ടും. ഇത് കഴിഞ്ഞ് അണ്ണന്റെ ഭാര്യയെ കൊന്നതിന്റെ പ്രതികാരം വീട്ടാനായി ബോംബെയിലേക്ക് എത്തും. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോ. അവിടെ പോയപ്പോൾ SI പാന്റിന്റെ സിബൂരി കാണി. എന്നിട്ട് രണ്ടുപേര് കണ്ണോട് നോക്കി നിന്നിട്ട് ചിരിക്കും. എന്നിട്ട് അണ്ണൻ പറയും. എന്നിട്ട് സ്ലോ മോഷനിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരും. എന്നിട്ട് നേരെ ഇമ്രാന്റെ അടുത്ത് പോയിട്ട് എന്നിട്ട് അവിടെ വെച്ച് കുറച്ച് ഫോട്ടോയ്ക്ക് പോസും കൊടുക്കും. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ അൻപദാസിന് ദേഷ്യം വരും. കാരണം കൈദി യൂണിവേഴ്സിൽ നിന്നും വന്നിട്ട് ഒരു കാര്യവും ചെയ്യാതെ യൂണിവേഴ്സിൽ പട്ടിയെ പോലെയാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യവും ഇല്ലാതെ അൻപ് നേരെ പോയി അണ്ണന്റെ മോളെ അങ്ങ് തട്ടിക്കൊണ്ടുപോകും. ചുമ്മാ വെറുതെ ടൈം പാസിന് വേണ്ടി. ഈ യൂണിവേഴ്സിൽ വന്നിട്ട് അൻപിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ സ്വന്തം മോളെ തേടി അണ്ണൻ വണ്ടിയിൽ ചീറിപ്പാഞ്ഞു വരുമ്പോഴാണ് ഒരു ആക്സിഡന്റ് അണ്ണന് സംഭവിക്കുന്നത്. അതോടെ അണ്ണൻ കിടപ്പില്ല. അപ്പോഴാണ് അൻപദാസിനെ വലിപ്പിച്ചിട്ട് അൻപിന്റെ കൂട്ടുകാരൻ അണ്ണന്റെ മോളെ തട്ടിക്കൊണ്ടുപോകും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. അണ്ണനല്ല അൻപദാസിന്റെ അച്ഛനെ കൊന്നത്. അട ഗുമ്മാള്. അങ്ങനെ അണ്ണൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ കിടപ്പിൽ നിന്ന് എണീച്ച് ഒരു തോക്കം കൊണ്ട് റോക്കി ബായ് പോലെ എല്ലാവരും വെടിവെച്ചു കൊല്ലും. അണ്ണൻ വെടിവെട്ടിക്കുന്നത് മാത്രം എല്ലാവർക്കും കൊള്ളും. ബാക്കിയുള്ളവർ വെറുതെ വെടി വാങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ്. എന്നിട്ട് പ്രാന്ത് പിടിച്ചതുപോലെ എന്തോന്നൊക്കെ കാട്ടിക്കൂട്ടും. എന്നിട്ട് ഇമ്രാൻ അണ്ണനെ ഒരു ബോംബ് വെച്ച് പടമാക്കും. അതോടെ പടം തീർന്നു. ഡിസ്ക്ലെയിമർ: ഈ അപരാധത്തിന് രണ്ടാമതൊരു അപരാധം കൂടെ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺ.